ഷലോം മൈ ഡിയർ ഫ്രണ്ട്സ്, ദൈവത്തിന്റെ വചനം ഏറ്റവും കൂടുതൽ ഊന്നി പറയുന്ന ഒരു വിഷയമാണ് നമ്മുടെ വാക്കുകളുടെ ശക്തിയെക്കുറിച്ച്. ജ്ഞാനികളിൽ ജ്ഞാനി എന്ന് വിളിക്കപ്പെടുന്ന ശലോമോന്റെ സദൃശവാക്യങ്ങളിൽ 915 വേഴ്സസ് ഉണ്ട്. ആ 915 വേഴ്സസിൽ 150 വേഴ്സസ് ഡീൽസ് വിത്ത് അവർ സ്പീച്ച് ഓർ വേർഡ്സ്. നമ്മുടെ വാക്കുകളുടെ ശക്തിയെക്കുറിച്ചാണ് 915 വേഴ്സസിൽ 150 വേഴ്സസും പറയുന്നത്. ദൈവം അത്രമാത്രം സദൃശവാക്യങ്ങൾ മാത്രമല്ല, സങ്കീർത്തനങ്ങൾ, യെശയ്യാവ്, അങ്ങനെയുള്ള എല്ലാ പുസ്തകങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയും നമ്മുടെ വാക്കുകൾക്ക് അതിപ്രധാനമായ പ്രാധാന്യം ഉണ്ട് എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദൈവം നമ്മുടെ ഓരോ വാക്കിലും വില കൽപ്പിക്കുന്നുണ്ട്. 57:19 ദൈവം ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ നിങ്ങളുടെ അധരങ്ങളുടെ ഫലം ഞാൻ സൃഷ്ടിക്കും. I will create the fruit of your lips. നിങ്ങൾ എന്ത് പറയുന്നോ അത് സൃഷ്ടിക്കപ്പെടും. ഗലാത്യർ ലേഖനത്തിൽ പറയുന്നു, വാട്ട് യു സോ യു വിൽ റീപ്പ്. നമ്മൾ ജീവന്റെ വചനങ്ങൾ വിതച്ചാൽ, നമ്മൾ ജീവന്റെ വാക്കുകൾ വിതച്ചാൽ ജീവൻ കൊയ്യും. മരണത്തിന്റെ വാക്കുകൾ വിതച്ചാൽ ആ മരണം തന്നെ കൊയ്യും. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കഥയുണ്ട്, 1 ശമൂവേൽ 17. ദാവീദിനെ ദാവീദാക്കിയ ഒരു സംഭവ കഥയാണത്. അവിടെ നമുക്കറിയാം, ഒരു ഗോലിയാത്ത് എന്നൊരു മല്ലൻ, അതിശക്തം, ഭയങ്കര പൊക്കവും വണ്ണവും, അതിനൊത്ത വണ്ണവും, അതിഭീകരമായ ഒരു ആകാരമുള്ള ഒരു മനുഷ്യൻ നിന്ന് ഇസ്രായേൽ എന്ന രാജ്യത്തെ തന്നെ വെല്ലുവിളിക്കുക. അവൻ ഒറ്റയ്ക്ക് നിന്ന്, അവൻ്റെ പുറകിൽ ആർമീസ് ഉണ്ട്, പക്ഷേ അവൻ ഒറ്റയ്ക്ക് നിന്ന് ഇസ്രായേലിനെ വെല്ലുവിളിക്കുക. ഇസ്രായേൽ 40 ദിവസമായി വെല്ലുവിളിച്ചിട്ടും ഇസ്രായേൽ ഒരുത്തന് പോലും അനങ്ങാൻ കഴിയാതെ വണ്ണം അതിഭീകരമായ ഒരു അവസ്ഥ, അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുക. അപ്പോൾ ദാവീദ് ആ സാഹചര്യത്തിൽ വന്നുപെടുകയാണ്. ദാവീദ് തീരുമാനിച്ചു, ഞാൻ ഒറ്റയ്ക്ക് ആ മല്ലന്റെ മുമ്പാകെ ചെല്ലും. ഹല്ലേലൂയ. ശൗലിന്റെ മുമ്പാകെ ചെന്ന് ദാവീദ് അനുവാദം ചോദിച്ചു. ശൗല് രാജാവാണ്. ശൗലിന്റെ മുമ്പാകെ പോയി ഹല്ലേലൂയ ദാവീദ് അനുവാദം ചോദിച്ചു. ശൗല് ദാവീദിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന് 33-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാം, ശൗൽ ദാവീദിനോട്, ഈ ഫിലിസ്തീനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞു. ടീനേജ് പ്രായത്തിലാണ് ഇപ്പോൾ ദാവീദ്. ഒരു മെലിഞ്ഞ ഒരു മനുഷ്യനായിരിക്കും, ഒരു മല്ലനായ ഒരു മനുഷ്യന്റെ മുമ്പാകെ ഞാൻ പോകാമെന്ന്, അവനെതിരെ ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞ് ദാവീദ് ശൗലിനോട് അനുവാദം ചോദിക്കുക. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയാൻ അപ്പന്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹം, ഒരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകൂട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകൂട്ടിയെ വിടുവിച്ചു. അതെന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. അങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രചർമ്മിയായ ഫിലിസ്തീൻ ജീവനുള്ള ദൈവത്തിന്റെ, നിങ്ങൾ ശ്രദ്ധിക്കണം, ദാവീദ് അത്ര കോൺഫിഡന്റ് ആണ് തന്റെ ദൈവം ആരാണെന്നുള്ളത്. ദാവീദ് പറയാ, ഈ അഗ്രചർമ്മിയായ ഫിലിസ്തീൻ ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കൊണ്ട് അവനും അവയിൽ ഒന്നിനെ പോലെ ആകും. ദാവീദ് പ്രൊഫസൈ ചെയ്യുക, തന്റെ നാവ് കൊണ്ട് പറയുക അവന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന്, തന്റെ ശത്രുവിന്റെ അവസ്ഥ എന്തായിരിക്കുന്നു. ഹല്ലേലൂയ. ആ സിംഹത്തെ പോലും കരടിയെ പോലും അവന്റെ അവസ്ഥയായിത്തീരും. ജീവനുള്ള ദൈവത്തെ അവൻ വെല്ലുവിളിച്ചിരിക്കുന്നത്. ദാവീദ് പിന്നെയും സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫിലിസ്ത്യന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ചെല്ലുക, യഹോവ നിന്നോടുകൂടെ ഇരിക്കുമെന്ന് പറഞ്ഞു. ഏറ്റവും ചുരുക്കി ഞാൻ പറയട്ടെ, 45-ാം വായിക്കുമ്പോൾ ദാവീദ് ഫിലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിലേൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. മാത്രമല്ല, ഞാൻ ഇന്ന് ഫിലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. നീ ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നതെന്ന് ഈ സംഘമെല്ലാം അറിയുവാൻ ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ളതാവുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ യുദ്ധം നിങ്ങളുടേതല്ല. നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോയാൽ ദൈവം മാറി നിൽക്കും. നിങ്ങൾ യുദ്ധമുഖത്ത് ദൈവനാമത്തിൽ നിന്നാൽ, ധൈര്യത്തോടുകൂടി ശത്രുവിന്റെ മുമ്പാകെ നിന്ന് ഓടാതെ ധൈര്യത്തോടുകൂടി നിന്നാൽ, ദൈവനാമത്തിൽ നിന്നാൽ, ഹല്ലേലൂയ, ദൈവമാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. 48-ാം വാക്യം. പിന്നെ ഫിലിസ്ത്യൻ ദാവീദിനോട് എതിർപ്പാൻ നേരിട്ടപ്പോൾ, അല്ലെങ്കിൽ ദാവീദ് ബന്ധപ്പെട്ട ഫിലിസ്തീനോട് എതിർപ്പാൻ അണിക്ക് നേരെ ഓടി. ദാവീദ് സഞ്ചിയിൽ കൈയിട്ട് ഒരു കല്ലെടുത്ത് കവിണയിൽ വെച്ച് വീശി, അല്ലെങ്കിൽ ഫിലിസ്ത്യന്റെ നെറ്റിക്കെറിഞ്ഞു. കല്ല് അവന്റെ നെറ്റിയിൽ കൊണ്ട് പതിഞ്ഞ് അവൻ കവിണ്ണു വീണു. ഇംഗ്ലീഷിലേതിരിക്കുന്നു, he fell upon his face to the earth. ഇങ്ങനെ ദാവീദ് ഒരു കവണിയും ഒരു കല്ലും കൊണ്ട് ഫിലിസ്തീനെ ജയിച്ചു. ഫിലിസ്തീനെ കൊന്നുമുടിച്ചു. എന്നാൽ ദാവീദിന്റെ കയ്യിൽ വാളില്ലായിരുന്നു. അകൽ ദാവീദ് ഓടിച്ചെന്ന് ഫിലിസ്തീന്റെ പുറത്ത് കയറി നിന്ന് അവന്റെ വാൾ ഉറയിൽ നിന്ന് ഊരിയെടുത്ത് അവനെ കൊന്നു.
അവൻ്റെ തല വെട്ടിക്കളഞ്ഞു. തങ്ങളുടെ മല്ലൻ മരിച്ചുപോയി എന്ന് ഫിലിസ്തീൻ കണ്ടിട്ട് ഓടിപ്പോയി. നിങ്ങളിവിടെ നോക്കണം, ദാവീദ് ഫിലിസ്തീൻ്റെ മുമ്പാകെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് എന്താ പറഞ്ഞത്, അത് തന്നെ ദൈവം ക്രിയേറ്റ് ചെയ്തു. അല്ലെങ്കിൽ അതിനുള്ള അറ്റ്മോസ്ഫിയർ ദൈവം ക്രിയേറ്റ് ചെയ്തു. ഞാൻ വിശ്വസിക്കുന്നു അവിടെ ദൂതന്മാർ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ കവിണ്ണു വീണു എന്ന, ഫിലിസ്തീൻ കവിണ്ണു വീണു എന്ന. അല്ലെങ്കിൽ ചിലരൊക്കെ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, കല്ല് ഭയങ്കര ശക്തിയോടുകൂടി മല്ലനെ ചെന്ന് ഇടിച്ചു. ഭയങ്കര ദൈവം ആ കല്ലിൻ്റെ സ്പീഡ് വർദ്ധിപ്പിച്ചു, അതിൻ്റെ വെലോസിറ്റി വർദ്ധിപ്പിച്ചു. അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് അവൻ മറിഞ്ഞു വീണു. ഒരു കല്ല് ചെന്ന് നമ്മളെ ഭയങ്കര ഇമ്പാക്റ്റോടുകൂടി ചെന്ന് ഇടിച്ചാൽ ഒരു മനുഷ്യൻ പുറകോട്ടാണ് മറിഞ്ഞു വീഴുന്നത്. പക്ഷെ ഇവിടെ മുന്നോട്ട് വീണെന്നാണ്. അല്ലെങ്കിൽ ഒരു കല്ലിടിച്ചു, പക്ഷെ മുന്നോട്ടാണ് വീണു. അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ദാവീദ് ആ വാക്ക് പറഞ്ഞപ്പോൾ ദൈവം അതിനുള്ള അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചു. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിന്റെ അധരങ്ങളുടെ ഫലം ഞാൻ സൃഷ്ടിക്കും. ദാവീദ് പറഞ്ഞ് അതിനുള്ള അറ്റ്മോസ്ഫിയർ ദൈവം അവിടെ സൃഷ്ടിച്ചു. ദാവീദ് പറയുന്നുണ്ട്, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ആ യുദ്ധത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും അറ്റ്മോസ്ഫിയറും ദൈവം അവിടെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവം അവിടെ അയച്ചു നമുക്ക് വേണ്ടി. നിങ്ങൾ ദൈവനാമത്തിൽ എതിർത്ത് നിൽക്കുമ്പോൾ, ശത്രുവിനോട് എതിർത്ത് നിൽക്കുമ്പോൾ, നിങ്ങളുടെ രോഗശക്തിയോട് എതിർത്ത് നിൽക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, പൈശാചിക ശക്തിയോട് എതിർത്ത് നിൽക്കുമ്പോൾ, ആ ഫിനാൻഷ്യൽ സ്ട്രഗിളിനോട് എതിർത്ത് നിൽക്കുമ്പോൾ, ദൈവനാമത്തിൽ എതിർത്ത് നിൽക്കുമ്പോൾ, യഹോവയുടെ നാമത്തിൽ എതിർത്ത് നിൽക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ വചനം പറയുന്നു, പിശാചിനെ എതിർത്ത് നിൽപ്പിന് അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അത് ഓടിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തനം 35 പറയുന്ന പോലെ, ഹല്ലേലൂയ, ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണ്, ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ ശത്രുക്കളെ ഹല്ലേലൂയ ദൂതന്മാർ പിന്തുടരട്ടെ. ഹല്ലേലൂയ, ദൂതന്മാർ, ഇങ്ങനെ ദൂതന്മാരുണ്ട്, നിങ്ങളുടെ ശത്രുക്കളെ പിന്തുടർന്ന് പിടിച്ച് ഹല്ലേലൂയ അവയെ വെട്ടിക്കളയുന്ന ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. ഹല്ലേലൂയ, ഞാൻ ഇവിടെ വിശ്വസിക്കുന്നു ഫിലിസ്തീനെതിരെ ഹല്ലേലൂയ ദൈവം തന്റെ ദൂതന്മാരെ അയച്ചു. പക്ഷെ അതിനുവേണ്ടി ഒരു ദാവീദ് നിൽക്കേണ്ടി വന്നു. ആ ഒരു തലമുറ, ഈ ഒരു തലമുറ, നിന്റെ കുടുംബത്തിൽ നീയാണ് ആ ദാവീദ്. ഹല്ലേലൂയ സ്തോത്രം. നീ എതിർത്ത് നിന്നാൽ ദൈവം നിനക്ക് വേണ്ടി അതിനുള്ള സാഹചര്യം, നീ എന്ത് പറയുന്നോ അതിനുള്ള സാഹചര്യം ദൈവം സൃഷ്ടിച്ചിരിക്കും. അത് ദൈവത്തിന്റെ ജോലിയാണ്, നിന്റെ ജോലിയല്ല. നീ അത് പറയുകയേ വേണ്ടു. ഹല്ലേലൂയ. ധൈര്യത്തോടുകൂടെ ദൈവനാമത്തിൽ നമുക്ക് നിൽക്കാം. അല്ലെങ്കിൽ ദൈവം ഈ വചനത്താൽ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അനേകം പേർക്ക് ഈ ഷോർട്ട് മെസ്സേജസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇതിൻ്റെ മറ്റുള്ള പ്രവർത്തനങ്ങളെയൊക്കെ നിങ്ങൾക്ക് പങ്കാളിയാകാമെങ്കിൽ ഞങ്ങളെ ക്ഷണിക്കുന്നു. ഞങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റുള്ള മെസ്സേജസിന് വേണ്ടി കാത്തിരിക്കുക. ഗോഡ് ബ്ലസ് യു.